നമസ്കാരം. ഒരു ഗാർഹിക പീഡന കേസ് മാധ്യമ ചർച്ച ആകേണ്ട വിഷയമല്ല. അതിന്റെ സത്യാവസ്ഥ പരിശോധിച്ച് പോലീസ് കുറ്റപത്രം നൽകുകയും കുടുംബ കോടതി അത് പരിശോധിച്ച് മേൽ നടപടി നിർദ്ദേശിക്കുകയുമാണ് ചെയ്യേണ്ടത്. എന്നാൽ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ ആദ്യം പോലീസ് തന്നെ സംശയത്തിലായി. ആ കേട് തീർക്കാൻ യുവതിയെ കൊണ്ട് അനുകൂല മൊഴിയെടുപ്പിച്ചു എന്ന് ആരോപണമുണ്ടായി. യുവതിയുടെ മാതാപിതാക്കൾ പറഞ്ഞതെല്ലാം തള്ളിക്കുന്നതിൽ ഭർത്താവ് മാത്രമല്ല പോലീസും ഇടപെട്ടു എന്ന് ആരോപണമുണ്ടായി. ഭർത്താവിനൊപ്പം നിന്നു എന്ന കുറ്റത്തിന് ആദ്യം കേസ് കൈകാര്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിസ്ഥാനത്തായപ്പോൾ ഇല്ലാത്ത പരാതി ഉണ്ടാക്കി എന്നായിരുന്നു രണ്ടാമത് കേസിൽ ഇടപെട്ട പോലീസ് നേരിടേണ്ടി വന്ന ആരോപണം. ഇതൊക്കെ പോലീസിലെ ചിലർക്കുണ്ടാകുന്ന അപഭ്രംശങ്ങളുടെ ഭാഗമാകാം. ചില ആളുകൾക്ക് കാര്യങ്ങൾ വ്യക്തമാകുന്നതിൽ ഉണ്ടാകുന്ന പാളിച്ചയുമാകാം. എന്നാൽ പന്തീരാങ്കാവ് കേസ് ഒരു കാര്യം അച്ചട്ടായി പറയുന്നുണ്ട്. ഇരകളാക്കപ്പെടുന്ന സ്ത്രീകളിൽ വലിയൊരു വിഭാഗവും വീണ്ടും തീരാ പീഡനങ്ങളിലേക്കാണ് പോകുന്നത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഇരയെന്നും ഇര തന്നെ എന്ന് ഓർമ്മിപ്പിച്ച പന്തീരാങ്കാവ് കേസ്. പന്തീരാങ്കാവ് കേസിന്റെ നാൾ വഴി സമൂഹം ഓർത്തിരിക്കേണ്ടത് തന്നെയാണ്. അതീവ ഗുരുതരമായ പരിക്കുകളോടെ എറണാകുളം ജില്ലക്കാരിയായ യുവതി കോഴിക്കോട് ആശുപത്രിയിൽ ചികിത്സ തേടുന്നു. ജീവിത പങ്കാളി രാഹുൽ പി ഗോപാൽ കഴുത്തിൽ വയർ കുരുക്കി മർദ്ദിച്ചെന്നായിരുന്നു പരാതി. കഴുത്തിൽ വയർ കുരുങ്ങിയ പാട് യുവതി തന്നെ വീഡിയോയിലൂടെ പുറം ലോകത്തെ അറിയിച്ചു. മുഖത്തും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഉള്ള പരിക്കുകൾ വ്യക്തമായിരുന്നു. അടുക്കള കാണൽ ചടങ്ങിന് പോയപ്പോൾ മർദ്ദന വിവരം മകൾ പറഞ്ഞെന്ന് മാതാപിതാക്കളും മൊഴി നൽകി. രാഹുലും അമ്മയും സഹോദരിയും രാഹുലിന്റെ സുഹൃത്തും പോലീസ് ഓഫീസർ ശരത് ലാലും കേസിൽ പ്രതികളായി. ജർമ്മനിയിലേക്ക് കടന്ന രാഹുലിനെ തിരികെ കൊണ്ടുവന്നു. രാഹുൽ ഡൽഹിയിൽ എത്തിയതോടെ കേസ് ആകെ തിരിഞ്ഞു മറിഞ്ഞു. ഭർത്താവ് ഒന്നും ചെയ്തിട്ടില്ലെന്നും മാതാപിതാക്കൾ പറഞ്ഞിട്ടാണ് രാഹുലിനെതിരെ മൊഴി നൽകിയതെന്നും യുവതി പറഞ്ഞു. ഡൽഹിയിൽ നിന്ന് ഇരുവരെയും ഹൈക്കോടതിയിൽ എത്തിച്ചു. മാതാപിതാക്കൾക്ക് ഒപ്പം പോകുന്നില്ലെന്ന് യുവതി പറഞ്ഞു. പിന്നീട് ഇരുവരും നൽകിയ സംയുക്ത ഹർജി അംഗീകരിച്ച ഹൈക്കോടതി കേസ് റദ്ദാക്കി. രാഹുൽ വീണ്ടും ജർമ്മനിക്ക് പോകാൻ നീക്കവും തുടങ്ങി. ഇപ്പോൾ വീണ്ടും മർദ്ദനമേറ്റ യുവതി ആദ്യം ആശുപത്രിയിൽ നൽകിയതും പിന്നീട് പോലീസിന് നൽകിയതും വ്യത്യസ്ത മൊഴികളാണ്. 2 മണിക്കൂർ കൊണ്ടാണ് മാറ്റം ഉണ്ടായത്. ഭർത്താവ് വീട്ടിൽ വച്ചും ആശുപത്രിയിലേക്കുള്ള യാത്രയിൽ ആംബുലൻസിൽ വച്ചും മർദ്ദിച്ചെന്നാണ് ആദ്യ മൊഴി. പന്തീരാങ്കാവ് പോലീസ് വന്നപ്പോൾ പറഞ്ഞത് പങ്കാളിക്കെതിരെ പരാതിയില്ലെന്നും മാതാപിതാക്കളുടെ കൂടെ വീട്ടിൽ പോകണം എന്ന് മാത്രമേ ഉള്ളൂ എന്നുമാണ്. വിവാഹിതയായി പോകുന്ന പല പെൺകുട്ടികളും എത്രമാത്രം അരക്ഷിതരാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് പന്തീരാങ്കാവ് കേസ്. മാതാപിതാക്കൾ തിരികെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടും ജീവിതത്തെക്കുറിച്ചുള്ള ആധിയിൽ പങ്കാളിക്ക് അനുകൂലമായി മൊഴി നൽകുന്നു. ആദ്യമേറ്റ പീഡനങ്ങളെല്ലാം വീണ്ടും ഏൽക്കേണ്ടി വരുന്നു. അതും സഹിച്ചു തുടരാൻ നിർബന്ധിതയാകുന്നു. ഒരിക്കൽ കൂടി ആശുപത്രിയിൽ പോകുന്നു. അപ്പോഴും ആദ്യം സംഭവിച്ചതെല്ലാം ആവർത്തിക്കുന്നു. ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നത് ഇരയ്ക്ക് എന്തെങ്കിലും പണമോ സ്വർണമോ അല്ലെങ്കിൽ കൈക്കൂലിയോ കിട്ടിയിട്ടല്ല. പുരുഷ കേന്ദ്രീകൃതമായ കുടുംബവും സമുദായവും സമൂഹവും നിയമപരിപാലന വ്യവസ്ഥയും അത്രയേറെ സ്ത്രീ വിരുദ്ധമായതുകൊണ്ടാണ്. സംശയമുണ്ടെങ്കിൽ ചില കണക്കുകൾ കാണാം. 2024 സെപ്റ്റംബർ വരെയുള്ള കണക്കനുസരിച്ച് സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിന് 14,053 കേസുകളാണ് സംസ്ഥാനത്ത് എടുത്തത്. അതിൽ ബലാത്സംഗ കേസുകൾ 2,111 ഈ വർഷത്തെ ആദ്യ 9 മാസത്തെ കേസുകൾ മാത്രമാണെന്ന് മറക്കരുത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ 3,279, സ്ത്രീധന പീഡന കൊലപാതകം 3, ഗാർഹിക പീഡനം 3,384. ഈ വർഷം 14,000 കേസുകളാണ് സെപ്റ്റംബർ വരെയെങ്കിൽ 2023 ആകെ 18,980 കേസുകൾ. 2022 18,943. സ്ത്രീകൾക്കെതിരായ പീഡനം കുറഞ്ഞു നിന്നത് കോവിഡ് കാലത്ത് മാത്രമാണ്. 2020 12,659 കുറഞ്ഞു. അതിനു മുൻ വർഷങ്ങളിലെല്ലാം 15,000 കേസുകൾ വീതം ശരാശരി എല്ലാ വർഷവും സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം പന്തീരാങ്കാവ് കേസ് പോലെ നൽകിയ പരാതികൾ മാത്രമാണ്. ഇവയിൽ 10% കൂടുതൽ കേസുകളിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. മറ്റെല്ലാ കേസുകളിലും ഇരകൾ പിന്മാറുകയോ സാക്ഷികൾ കൂറുമാറുകയോ ചെയ്യുന്നു.
എടുക്കുന്ന കേസുകൾക്ക് വിരുദ്ധമായ കുറ്റപത്രങ്ങൾ കോടതികളിൽ എത്തുന്നു. അത്തരം നീക്കങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നറിയാൻ പന്തീരാങ്കാവ് കേസ് തെളിവുകളുമായി നമ്മുടെ മുന്നിലുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പോലീസ് സ്റ്റേഷനുകളിൽ ഇരകൾ നേരിടുന്ന അപമാനമാണ് ആ റിപ്പോർട്ട് പറഞ്ഞുവച്ചത്. ലൈംഗിക പീഡനമോ ശാരീരിക പീഡനമോ ഏറ്റുചെല്ലുന്ന സ്ത്രീകൾ ആദ്യം നേരിടേണ്ടി വരുന്നത് നീ നുണ പറയുകയല്ലേ എന്ന ചോദ്യമാണ്. നീ ആ പാവത്തിനെ കുരിശിലേറ്റുകയല്ല എന്ന് എന്താണ് ഉറപ്പെന്നാണ് അടുത്ത ചോദ്യം. ഈ രണ്ട് ചോദ്യങ്ങൾ കേൾക്കുമ്പോഴേ തകർന്നു പോകുന്ന ഇരകളാണ് മൊഴി നൽകുന്നത്. ഈ ചോദ്യം ചെയ്യലിനെ പുരുഷ പോലീസ് ന്യായീകരിക്കുന്നത് ശരിക്കുള്ള പീഡനമാണോ എന്ന് അറിയാനാണ് ഈ നീക്കം എന്നാണ്. തീർച്ചയായും വ്യാജ പരാതികൾ ഉണ്ടാകുന്നുണ്ട്. അത് പരിശോധിക്കേണ്ടത് ഇരയാണ് എന്ന് പറയുന്നയാളെ കൂടുതൽ പീഡിപ്പിച്ചല്ല, ലഭിക്കുന്ന പരാതിയിൽ ശേഖരിക്കുന്ന തെളിവുകൾ വച്ചാണ്. പന്തീരാങ്കാവ് കേസിൽ പോലീസ് മറന്നുപോയ ഒരു വസ്തുതയുണ്ട്. ഇരയുടെ കഴുത്തിൽ എങ്ങനെ വയറിട്ട് മുറുക്കിയ പാടുകൾ വന്നു, എങ്ങനെ ശരീരത്തിൽ നിരവധി മുറിവുകൾ ഉണ്ടായി. പരാതിയില്ല എന്ന് ഇര പറഞ്ഞാലും എഴുതി തള്ളാവുന്നതാണോ ഇത്തരം കേസുകൾ? കുറഞ്ഞത് പീഡനമേറ്റതെങ്കിലും എങ്ങനെ എന്ന് പരിശോധിക്കേണ്ട ബാധ്യത പോലീസിനില്ല. പന്തീരാങ്കാവ് കേസിൽ മാത്രമല്ല, ഈ വർഷം ഇതുവരെ വന്ന 14,000 സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിലും ഉയരേണ്ടത് ഈ ചോദ്യമാണ്. ഒന്നോ രണ്ടോ ഹണി ട്രാപ്പ് അനുഭവം എടുത്ത് മുന്നിൽ ഇട്ടിട്ട് പരാതികളെല്ലാം വ്യാജമാണെന്ന് സ്ഥാപിക്കാനാണ് നീക്കം നടക്കുന്നത്. MLAയും അഭിനേതാക്കളുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയുമൊക്കെ പ്രതിയാകുന്ന കേസിൽ ഇരകൾ ശരിയല്ലെന്ന് പ്രചരിപ്പിക്കുന്നത് ഒരു വിഭാഗം പോലീസുകാർ കൂടിയാണ്. ഇരകളുടെ അഗ്നിപരീക്ഷ നടത്തി ശുദ്ധരാണെന്ന് തെളിയിക്കലല്ല പോലീസിന്റെ ജോലി. ലഭിച്ച പരാതിയിൽ കാമ്പുണ്ടോ എന്ന് മാത്രം നോക്കാനാണ് നിയമം പറയുന്നത് എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ച് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി.